ഹായ് കൂട്ടുകാരി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യയിൽ സെൻട്രൽ ഗവൺമെൻറ് മെസ്സേജിംഗ് ആപ്പായ വാട്സപ്പ്, ടെലഗ്രാം പോലുള്ള ആപ്ലിക്കേഷന് സിം കാർഡ് ബൈൻഡിംഗ് നിർബന്ധമാക്കുന്നു. എന്താണ് സിം കാർഡ് ബൈൻഡിംഗ്? അതുപോലെ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? വാട്സപ്പിനെ ഇത് എങ്ങനെ ബാധിക്കും? ഇതിനെക്കുറിച്ച് ഈ വീഡിയോ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കാം. ഓക്കെ, വീഡിയോയിൽ പോകുന്നതിന് മുൻപായി വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ആൾ കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വാട്സപ്പ്, ടെലഗ്രാം പോലെയുള്ള മെസ്സേജ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ അപ്പോൾ യൂസ് ചെയ്യുന്ന സിം കാർഡ് നമ്പർ രജിസ്റ്റർ ചെയ്തായിരിക്കും ആപ്പ് ഓപ്പൺ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമായിരിക്കും നമ്മുടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ നടക്കുന്നത്. അതിനുശേഷം ഫോണിൽ നിന്ന് ആ സിം എടുത്ത് മാറ്റിയേക്കാം, അല്ലെങ്കിൽ വേറെ സിം ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ ആ സിം ഡീആക്ടിവേറ്റ് ആക്കാം. എന്നാലും പഴയ നമ്പർ യൂസ് ചെയ്തിട്ടുള്ള വാട്സപ്പ് ആയിരിക്കും ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. എന്നാൽ ഇനി മുതൽ വാട്സപ്പിൽ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ ആ അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡാണോ ഉപയോഗിക്കുന്നതെന്ന് ആപ്പ് തുടർച്ചയായി ചെക്ക് ചെയ്യുന്നതായിരിക്കും. വാട്സപ്പിൽ യൂസ് ചെയ്തിരിക്കുന്ന സിം കാർഡ് ഫോണിൽ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ സിം കാർഡ് ഡീആക്ടിവേറ്റ് ചെയ്താൽ വാട്സപ്പ് ഉടൻ തന്നെ ഡീആക്ടിവേറ്റ് ആകും. വാട്സപ്പ് മാത്രമല്ല, ടെലഗ്രാം പോലെയുള്ള മെസ്സേജിംഗ് ആപ്പ് എല്ലാം ഡീആക്ടിവേറ്റ് ആകുന്നതായിരിക്കും. ഇത് മാത്രമല്ല, നമ്മൾ ഒരേ നമ്പറിൽ 2 വാട്സപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ഒന്ന് ഫോണിലും മറ്റേത് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് പോലെയുള്ള ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, ഇനി ഇത് ഓരോ 6 മണിക്കൂർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആകും. ഇനി ഇത് തുടർന്ന് ഡെസ്ക്ടോപ്പിൽ ഉപയോഗിക്കണമെങ്കിൽ മൊബൈൽ ആപ്പിൽ QR കോഡ് സ്കാൻ ചെയ്ത് ലോഗിൻ ചെയ്യേണ്ടി വരും. ഇന്ത്യൻ ഗവൺമെൻറ് ഈ നിയമം മെയിനായി കൊണ്ടുവരാൻ കാരണം സൈബർ തട്ടിപ്പ്, സ്പാം കോളുകൾ, ഓൺലൈൻ തട്ടിപ്പ് എന്നിവ കുറയ്ക്കാനാണ്. ഈ നിയമം നിലവിൽ വന്നാൽ ഇനി കറൻ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന സിം കാർഡ് ഉള്ള ഫോണിൽ മാത്രമേ വാട്സപ്പ് പോലുള്ള മെസ്സേജിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ ഫ്രണ്ട്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇന്ത്യൻ ഗവൺമെൻറ് പുതിയതായി വാട്സപ്പ് പോലുള്ള മെസ്സേജിംഗ് ആപ്പിന് കൊണ്ടുവന്നിട്ടുള്ള സിം കാർഡ് ബൈൻഡിംഗ് റൂളിനെ കുറിച്ചാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.